നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഡ്രോൺ ആക്രമണം. ഇസ്രായേലിലെ ടാങ്ക് ഡ്രോൺ ആക്രമണത്തിൽ ഗാസയിൽ 17 പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. മധ്യ ഗാസയിലെ ദെയർ അൽ ബലാഹിലും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലുമാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഗാസയിൽ വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തിയിരുന്നു. ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയം. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 40,223 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിലധികവും സാധാരണക്കാരായ ജനങ്ങളാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ നിന്ന് നിലവിൽ 23 ലക്ഷം ജനങ്ങൾ പലായനം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ വീണ്ടും കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുമായി ഇസ്രായേൽ രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരിക്കുകയാണ്. നിരവധി ഫലസ്തീനികൾ തങ്ങുന്ന മധ്യ ഗാസയിലെ ദേർ എൽ ബലാഹിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സേന നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രദേശവാസികളോട്. തെക്ക് മുതൽ മധ്യ ഗാസ വരെ സൈന്യത്തിന്റെ കരപ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത്. ദേർ എൽ ബലാഹിലെ ജനത്തിരക്കേറിയ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ജനക്കൂട്ടത്തിലേക്ക് വെടിയുതിർത്തു. ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനിടെ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം. ഈ ആക്രമണത്തിൽ 50 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, പരിക്കേറ്റത് 124ഓളം പേർക്കാണ്. ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,223 ആയി. ഇവരിൽ 16,500 പേരും കുട്ടികളാണ്. 92,981 പേർക്ക് പരിക്കേറ്റു. അതേസമയം നൂറുകണക്കിന് ആളുകൾ അഭയം തേടിയിരിക്കുന്ന ഗാസ സിറ്റിയിലെ സലാഹ് അൽ ദിൻ സ്കൂളിന് സമീപത്തെ വീടിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, ഇസ്രായേൽ സേന ഈ ഒരു ആക്രമണം നടത്തിയെന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഹമാസിനെതിരായ ആക്രമണമാണ് ഇത് എന്നും ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു. ഖാൻ യൂനിസിന് സമീപത്തെ ബാനി സുഹൈല പട്ടണത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണം. ഈ വ്യോമാക്രമണത്തിൽ 7 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇവരിൽ 2 പേർ കുട്ടികളും 5 പേർ സ്ത്രീകളുമാണ്. മാത്രമല്ല, കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന നിയമലംഘനങ്ങൾ തടയാൻ ഫലപ്രദവും പ്രായോഗികവുമായ നടപടികൾ ആവശ്യമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ഫോൺ കോളിൽ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി അറിയിക്കുകയുണ്ടായി. വിശുദ്ധ സ്ഥലങ്ങളിലെ ആക്രമണങ്ങൾ തടയാൻ ആവശ്യമായ എല്ലാ നടപടികളും ജോർദാൻ സ്വീകരിക്കണമെന്നും ഈ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര കോടതികളെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.